ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൺസ്. സോ ഇന്ന് നമ്മളൊരു പുതിയൊരു സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഇലക്ട്രോണിക് ഡിവൈസസ് അല്ലെങ്കിൽ EDC എന്ന് പറയാം, ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ്. സോ ECയുടെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന്റെ ഗേറ്റ് സിലബസിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഇലക്ട്രോണിക് ഡിവൈസസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു സെഷനിൽ നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസസ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ച് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. സോ എന്താണ് ഇലക്ട്രോണിക് ഡിവൈസസ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ നമ്മുടെ ഗേറ്റ് സിലബസിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ കവർ ചെയ്യേണ്ടത്, ഇനി ഒരു സബ്ജക്റ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് ഫോളോ ചെയ്യേണ്ടത്, അതുപോലെ ഈ ഒരു സബ്ജക്റ്റിന്റെ വെയിറ്റേജ് എത്രയാണ്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആയിട്ട് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ വാട്ട് ഈസ് മീൻ ബൈ ഇലക്ട്രോണിക് ഡിവൈസസ്? സോ ഇലക്ട്രോണിക് ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറന്റ് ഫ്ലോനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഡിവൈസസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ അതിനെയാണ് മെയിൻലി ഇലക്ട്രോണിക് ഡിവൈസസ് എന്ന് പറയുന്നത്. സോ ഇലക്ട്രോണിക് ഡിവൈസസ് ആർ കമ്പോണൻസ് യൂസ്ഡ് ഫോർ controlling the flow of electrical current for the purpose of information processing system control. അതായത് കറന്റ് ഫ്ലോനെ കൺട്രോൾ ചെയ്യുന്ന കുറച്ച് ഡിവൈസസ്, അതാണ് ഇലക്ട്രോണിക് ഡിവൈസസ്. വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഡയോഡ്, അതുപോലെ തന്നെ BJT ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അതിലൊക്കെ കറന്റ് ഫ്ലോ കൺട്രോൾ ആണ് വരുന്നത്. സോ അങ്ങനത്തെ ഡിവൈസസ് ആണ് ഇലക്ട്രോണിക് ഡിവൈസസ്. എക്സാമ്പിൾ എന്ന് പറയുന്നതാണ് നമ്മുടെ BJT, ഡയോഡ് എന്ന് പറയുന്നത്. സോ ഇങ്ങനത്തെ ഇലക്ട്രോണിക് ഡിവൈസസ് വെച്ചിട്ടുള്ള സർക്യൂട്ട്സ് ആണ് നമ്മൾ മെയിൻലി ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സിലൊക്കെ യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് വൺ ഓഫ് ദി കോർ സബ്ജക്ട് ഫോർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ്. അതായത് SSD, നമ്മൾ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ യൂണിവേഴ്സിറ്റി സിലബസിൽ ഈ ഒരു സബ്ജക്റ്റിനെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. സോ നമ്മളത് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സിലൊക്കെ ഈ ഒരു ഇലക്ട്രോണിക് ഡിവൈസസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് വൺ ഓഫ് ദി കോർ സബ്ജക്ട് ഫോർ ഇലക്ട്രോണിക് സ്റ്റുഡൻസ്. ഇലക്ട്രോണിക് സ്റ്റുഡൻസിന്റെ കോർ സബ്ജക്റ്റ് ആണ്. ഇനി നമ്മൾ ഇതിന്റെ ഒരു വെയിറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗേറ്റ് എക്സാമിന്റെ ടോട്ടൽ സിലബസിൽ അറൗണ്ട് ഒരു 10 തൊട്ട് 12 മാർക്ക് വരെ, ഒരു 10 to 12% മാർക്ക് അറൗണ്ട് ഈ ഒരു സബ്ജക്റ്റ് നിന്ന് ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആവറേജ് ആയിട്ട് നമുക്കൊരു 10% അല്ലെങ്കിൽ 100-ൽ ഒരു 10 മാർക്കിന് നമുക്ക് എന്ത് ചെയ്യാം, EDCയിൽ നിന്ന്, ഇലക്ട്രോണിക് ഡിവൈസസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. സോ വൺ ഓഫ് ദി കോർ സബ്ജക്റ്റ് ആണ് ഇലക്ട്രോണിക്സ് സ്റ്റുഡൻസിന്റെ. ഇനി ഇലക്ട്രോണിക്സ് എന്താണ്, ഇലക്ട്രോണിക് ഡിവൈസസ് എന്താണെന്നുള്ളത് ഒന്നും കൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവുകയാണ്. സോ അബൌട്ട് ഇലക്ട്രോണിക് ഡിവൈസസ്. സോ ഇലക്ട്രോണിക് ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇലക്ട്രോണിക്സ്. സോ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ഇൻ വിച്ച് ദ ഫ്ലോ ആൻഡ് കൺട്രോൾ ഓഫ് ഇലക്ട്രോൺസ് ഇൻ വാക്വം. അതായത് ഇലക്ട്രോണിന്റെ ഫ്ലോ, അതിന്റെ കൺട്രോൾ, അതിനെക്കുറിച്ച് പഠിക്കുന്ന എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിനെയാണ് നമ്മൾ ബേസിക്കലി എന്ത് പറയുന്നത്, വി ആർ കോളിംഗ് ഇറ്റ് ആസ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രോണിക് ഡിവൈസസിന്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ദ ഡിവൈസ് വിച്ച് കൺട്രോൾസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ഈസ് കോൾഡ് ഇലക്ട്രോണിക് ഡിവൈസസ്. സോ ആ ഡിവൈസസിന് നമ്മുടെ എക്സാമ്പിൾ നമ്മളിപ്പോൾ ട്രാൻസിസ്റ്ററും അതുപോലെ തന്നെ ഡയോഡും ഒക്കെ പറഞ്ഞു. സോ ദേ ആർ ദി ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഇലക്ട്രോണിക് സർക്യൂട്ട്സ്. സോ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ക്ലിപ്പർ എടുക്കുക, ക്ലാമ്പർ എടുക്കുക, റെക്ടിഫയർ എടുക്കുക, അങ്ങനെ ഏത് സർക്യൂട്ട് നമ്മൾ എടുക്കുകയാണെങ്കിലും ആ സർക്യൂട്ടിന്റെ ഒക്കെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഡിവൈസസ് ആണ്. സോ ഇലക്ട്രോണിക് ഡിവൈസസ് ആർ playing a major role in everyday life. The various electronic devices we use in everyday life include computers, ATM, mobile phones, pen drives, television, digital cameras, etc. Okay, so ഇതൊക്കെ നമുക്ക് ബേസിക്കലി അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മളിതിൻ്റെ ഒരു സിലബസ് നോക്കുകയാണെങ്കിൽ ഗേറ്റ് സിലബസ്, ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഗേറ്റ് സിലബസിൽ EDC, ഇലക്ട്രോണിക് ഡിവൈസസിന്റെ ടോപ്പിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോ സിലബസിൽ വരുന്നത് എനർജി ബാൻഡ്സ് ഇൻ ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. നമ്മൾ സെമി കണ്ടക്ടർ ഫിസിക്സ്, അതായത് സെമി കണ്ടക്ടേഴ്സ് മെറ്റീരിയൽസിന്റെ ക്ലാസിഫിക്കേഷൻ ആദ്യം പറയും. സോ അതിൽ സെമി കണ്ടക്ടേഴ്സ്, ആ സെമി കണ്ടക്ടേഴ്സ് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി, ഇൻട്രിൻസിക് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ, അതുപോലെ തന്നെ അതിന്റെ എനർജി ബാൻഡ് ഡയഗ്രാം വെച്ചിട്ട് എക്സ്പ്ലനേഷൻ, അതുപോലെ തന്നെ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ, ഹോൾ കോൺസെൻട്രേഷൻ, ലോ ഓഫ് മാസ് ആക്ഷൻ, ഇതൊക്കെയാണ് നമ്മൾ സെമി കണ്ടക്ടർ ഫിസിക്സിൽ. മൊബിലിറ്റി, അങ്ങനെ കുറച്ച് ടേംസ് ഒക്കെ ഉണ്ട്. ഡ്രിഫ്റ്റ് വെലോസിറ്റി, മൊബിലിറ്റിയും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ, മൊബിലിറ്റിയുടെ ഒക്കെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ്, കാര്യങ്ങളൊക്കെ. സോ ഇതാണ് ഇനീഷ്യൽ സെക്ഷനിൽ വരുന്നത്. എനർജി ബാൻഡ്സ് ഇൻ ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. ദെൻ ഇക്വിലിബ്രിയം കരിയർ കോൺസെൻട്രേഷൻ, നമ്മൾ ഇലക്ട്രോണിന്റെയും ഹോളിന്റെയും കോൺസെൻട്രേഷൻ, അതായത് ഫ്രീ ഇലക്ട്രോൺ ഫ്രീ ഹോൾ കോൺസെൻട്രേഷൻ, അതിന്റെ മാത്തമാറ്റിക്കൽ
എക്സ്പ്രഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. സെമി കണ്ടക്ടേഴ്സിന് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന വേറെ രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടർ. അതായത് അതിൻ്റെ ഔട്ട്പുട്ട് എനർജി റിലീസ് ഈസ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. ഒന്നുകിൽ ഹീറ്റ് ആവാം, അല്ലെങ്കിൽ എന്താവാം, ഡയറക്റ്റ് ലൈറ്റ് ആവാം. സോ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടേഴ്സ് അതിൻ്റെ ആ ഒരു മെക്കാനിസം, എങ്ങനെയാണ് അത് എനർജി റിലീസ് ചെയ്യുന്ന മെക്കാനിസം കാര്യങ്ങളൊക്കെയാണ് മെയിൻലി ഇവിടെ വരുന്നത്. അതായത് സെമി കണ്ടക്ടർ ഫിസിക്സിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് ഇനീഷ്യൽ സെക്ഷനിൽ വരുന്നത്. അതിനുശേഷം നമ്മൾ കരിയർ ട്രാൻസ്പോർട്ടിലേക്ക് കടന്നു. അപ്പോൾ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മെയിൻലി വരുന്ന കാരിയേഴ്സ് ഏതൊക്കെയാണ്? ഇലക്ട്രോൺസും ഹോൾസും. സോ ഇലക്ട്രോൺസ് ആവാം, ഹോൾസ് ആവാം. സോ അതിൻ്റെ ഒരു മൂവ്മെന്റ്, സെമി കണ്ടക്ടറിലൂടെ അതിൻ്റെ ഒരു മൂവ്മെന്റ് ഇറ്റ് ഈസ് ഡ്യൂ ടു ഡ്രിഫ്റ്റ്. അതായത് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഡ്രിഫ്റ്റ് മൂവ്മെന്റ് ഉണ്ടാവും. കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് കൊണ്ട് ഉണ്ടാവുന്ന മൂവ്മെന്റ് ആണ് ഡിഫ്യൂഷൻ മൂവ്മെന്റ്. സോ ആ ഒരു മൂവ്മെന്റിനെ കുറിച്ചുള്ള സ്റ്റഡി, അതാണ് കരിയർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. സോ ഡിഫ്യൂഷൻ മൂവ്മെന്റ് ആണെങ്കിൽ ഡിഫ്യൂഷൻ കറന്റ് ഉണ്ടാവും. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ട് കരിയേഴ്സ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഡ്രിഫ്റ്റ് കറണ്ട് ഉണ്ടാവും. സോ ഈ മൂവ്മെന്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടേം ആണ് മൊബിലിറ്റി. എത്രത്തോളം ഈസി ആയിട്ട് നമ്മുടെ ഇലക്ട്രോണിനും ഹോളിനും മൂവ് ചെയ്യാം, ആ ഒരു ടേം ആണ് മൊബിലിറ്റി. അതിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ, അതുപോലെ തന്നെ റെസിസ്റ്റിവിറ്റി, കുറച്ച് ടേംസ് ആണ്. റെസിസ്റ്റിവിറ്റി, കണ്ടക്ടിവിറ്റി. സോ ഹൗ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു മൊബിലിറ്റി, ആ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ദെൻ ജനറേഷൻ ആൻഡ് റീകോമ്പിനേഷൻ ഓഫ് കാരിയേഴ്സ്. അതായത് നമ്മളെ കാരിയേഴ്സ് ജനറേറ്റ് ചെയ്യുന്നതും അത് അതിൻ്റെ ലൈഫ് ടൈം, കുറച്ച് ടൈം കഴിഞ്ഞ് അത് റീകമ്പൈൻ ചെയ്യും. സോ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് റീകോമ്പിനേഷൻ മെക്കാനിസംസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ദെൻ പോയ്സോൺ ആൻഡ് കണ്ടിന്യൂറ്റി ഇക്വേഷൻസ്. പോയ്സോൺ ആൻഡ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ, അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. സോ അതാണ് കരിയർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്നത്. ദെൻ പി എൻ ജംഗ്ഷനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാണ്ട്. സോ പിയും എന്നും നമ്മൾ കമ്പൈൻ ചെയ്തു. സോ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് പി എൻ ജംഗ്ഷൻ. സോ പി എൻ ജംഗ്ഷൻ്റെ ഒരു ഫോർമേഷൻ വരുന്നുണ്ട്. സോ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കോണ്ടാക്ട് പൊട്ടൻഷ്യൽ, അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ, ഡിപ്ലീഷൻ റീജിയൻ, ആ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്തിൻ്റെ എക്സ്പ്രഷൻ, അങ്ങനെ കുറച്ച് ടേംസ് കാര്യങ്ങൾ. സോ ഡീറ്റെയിൽഡ് ആയിട്ട് പി എൻ ജംഗ്ഷനെ കുറിച്ച് പഠിക്കാണ്ട്. ദെൻ ഡയോഡിൻ്റെ തന്നെ ചില സ്പെഷ്യൽ പർപ്പസ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഫങ്ഷൻ ഡയോഡ്സ് ഏതൊക്കെയാണെന്നുള്ളത്. ലൈക്ക് സെന ഡയോഡ്, നമ്മൾ വോൾട്ടേജ് റെഗുലേറ്റർ പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്ന ഡയോഡാണ്. സെന ഡയോഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, LED യൂസ് ചെയ്യുന്നുണ്ട്. ഫോട്ടോ ഡയോഡ്, സോളാർ സെല്ല്, ഇതൊക്കെ എന്താണ്? സ്പെഷ്യൽ ഫങ്ഷൻ ഡയോഡ്സ് ആണ്. സോ ഓരോരോ അപ്ലിക്കേഷൻ അനുസരിച്ചിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. സോ സ്പെഷ്യൽ ഫങ്ഷൻ ഡയോഡ്സ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ് കാര്യങ്ങൾ, അത് ഏതൊക്കെ അപ്ലിക്കേഷൻസിൽ ഏത് ബയാസിലാണ് വർക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ പഠിക്കാണ്ട്. അപ്പൊ 2 ടെർമിനൽ ഡിവൈസ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് 3 ടെർമിനൽ ഡിവൈസ്. BJT ഉണ്ട്, മോസ്ഫെറ്റും ഉണ്ട്. ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ, അതിന്റെ കൺസ്ട്രക്ഷൻ, കറണ്ട് കമ്പോണൻസ്, മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ്, ക്യാരക്ടറിസ്റ്റിക്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. then മോസ്ഫെറ്റും അതുപോലെ തന്നെ മെറ്റൽ ഓക്സൈഡ്, സെമി കണ്ടക്ടർ, ഫീൽഡ് എഫക്റ്റ്, ട്രാൻസിസ്റ്റർ. സോ അതിൻ്റെയും കൺസ്ട്രക്ഷന് കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസ്, പിഞ്ച് ഓഫ് വോൾട്ടേജ്, കറണ്ട് ഇക്വേഷന്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കാര്യങ്ങളൊക്കെ മോസ്ഫെറ്റിലും വരുന്നുണ്ട്. ഓക്കെ, ദെൻ മോസ്ഫെറ്റിന്റെ അണ്ടറിൽ തന്നെ വരുന്ന ഒരു ടോപ്പിക്കാണ് മോസ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. സോ മോസ് എന്ന് പറഞ്ഞാൽ മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ. സോ മെറ്റലിനും സെമി കണ്ടക്ടറിനും ഇടയ്ക്ക് നമ്മളൊരു ഓക്സൈഡ് ലെയർ, SiO2 ലെയർ വെച്ച് കഴിഞ്ഞാൽ ഒരു കപ്പാസിറ്റൻസ് എഫക്റ്റ് ഫോം ചെയ്യും. അതാണ് മോസ് കപ്പാസിറ്ററിൽ മെയിനായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ മോസ് കപ്പാസിറ്ററിൻ്റെ ഒരു ഫോർമേഷനും അതിൻ്റെ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ, അതായത് അക്യുമുലേഷൻ മോഡ്, ഡിപ്ലീഷൻ മോഡ്, ഇൻവേർഷൻ മോഡ്. സോ ഈ ഒരു 3 കേസിലുള്ള എനർജി ബാൻഡ് ഡയഗ്രം കാര്യങ്ങളൊക്കെയാണ് മോസ് കപ്പാസിറ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ ഇത്രയാണ് ഇതിൻ്റെ ഒരു സിലബസ് എന്ന് പറയുന്നത്. സോ 2020 പഴയ സിലബസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ VLSIയുടെ IC ഫാബ്രിക്കേഷൻ മെത്തേഡ്സും കാര്യങ്ങളും ഡിഫറെൻറ്റ് ഫാബ്രിക്കേഷൻ കാര്യങ്ങളൊക്കെ സിലബസിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്തിട്ട് സിലബസ് ഒന്നും കൂടെ ക്രിസ്പ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു സിലബസ് ആണ് നിങ്ങൾ EDCയുടെ കേസിൽ ഫോളോ ചെയ്യേണ്ടത്. നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ വൺസ് ആൾറെഡി നിങ്ങൾക്ക് അതിനുള്ള ഹാൻഡ് ബുക്കും ഗൈഡും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അത് സഫീഷ്യൻ്റ് ആണ്. അതിൽ തിയറി, കൺസെപ്റ്റ്, ഫോർമുലാസ്, പ്രീവിയസ് ഇയർ ഗേറ്റ് ക്വസ്റ്റ്യൻ, സൊല്യൂഷൻ എല്ലാം തന്നെ ഉണ്ട്. എന്നിരുന്നാലും നിങ്ങൾക്ക് എക്സ്ട്രാ റെഫറൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ ആൾറെഡി നിങ്ങളുടെ BTech സിലബസിൽ വരുന്ന അല്ലെങ്കിൽ BTech സിലബസിൽ വരുന്ന കുറച്ച് ബുക്സും കൂടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കൂടുതൽ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. സോ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബുക്സ് എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് ഇലക്ട്രോണിക്സ് ബൈ ജേക്കബ് മിൽമാൻ ആൻഡ്
ക്രിസ്റ്റോസ് സി ഹൾക്കിയാസ്. ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യാം. അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് ഇലക്ട്രോണിക് ഡിവൈസസ് ബൈ സ്ട്രീറ്റ്മാൻ ആൻഡ് സഞ്ജയ് ബാനർജി, ഈ ഓതേഴ്സിന്റെ ബുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ മൈക്രോ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ബൈ സേദ്ര ആൻഡ് സ്മിത്ത്, ഈ ബുക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. സോ കൂടുതൽ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ ഈ സപ്പോർട്ടിങ് ബുക്സും കൂടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ബുക്ക് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഒരു വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സിലബസിൽ 100 മാർക്കിന്റെ എക്സാമിൽ അറൗണ്ട് ഒരു 10 മാർക്കാണ് EDCയുടെ വെയിറ്റേജ്. അപ്പോൾ ലാസ്റ്റ് ഒരു 7-8 വർഷത്തെ ഒരു ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന് അറൗണ്ട് ഒരു 10 മാർക്ക്, ഒരു 10 മാർക്സ് ആണ് ആവറേജ് വെയിറ്റേജ്. സോ അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഫ്ലക്ച്വേറ്റ് ചെയ്യാം. ചിലപ്പോൾ 8 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു 12 മാർക്കിന് ചോദിക്കാം. സോ ഓൺ ആൻ ആവറേജ് അതിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് അറൗണ്ട് എത്രയാണ്? 10 മാർക്കാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് നമ്മുടെ EDC എന്ന് പറയുന്നത്. ഓക്കെ, സോ സബ്ജക്റ്റ് വെയിറ്റേജ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്കൊരു പ്രീവിയസ് അനാലിസിസ് നോക്കാം. ലാസ്റ്റ് നടന്നിട്ടുള്ള കുറച്ച് ഗേറ്റ് എക്സാമുകളിൽ EDCയിൽ നിന്ന്, ഇലക്ട്രോണിക് ഡിവൈസസിൽ നിന്ന് എത്ര മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് നോക്കാം. 2020 ഗേറ്റ് എക്സാം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റേജ് എന്ന് പറയുന്നത് 12 മാർക്കാണ്, 12 മാർക്സ്. സോ ഹെവി വെയിറ്റേജ് ആയിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. 2021 6 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. 2021 6 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. 2022 8 മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 2023 ഏറ്റവും ലാസ്റ്റ് നടന്നിട്ടുള്ള ഗേറ്റ് എക്സാമിന് അറൗണ്ട് ഒരു 7 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. സോ നമുക്കൊരു 8 തൊട്ട് ഒരു 10 റേഞ്ചിൽ എന്തായാലും ഷുവർ ആയിട്ടും EDCയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ ഒരു വെയിറ്റേജും കൂടെ നിങ്ങളെ മനസ്സിൽ വെക്കുക. ഇനി ഏതൊക്കെ ഏരിയാസ് നിന്നാണ് ഫ്രീക്വൻ്റ്ലി ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് കുറച്ച് ഏരിയാസ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ സെമി കണ്ടക്ടേഴ്സ് നിന്ന് എന്തായാലും ഷുവർ ആയിട്ടും എല്ലാ വർഷവും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഏരിയ വരുന്നുണ്ട്. സോ അതിന്ന് ഷുവർ ആയിട്ടും ക്വസ്റ്റ്യൻ വരും. PN ജംഗ്ഷൻ എന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ട്. BJT, മോസ്ഫെറ്റ്, മോസ് കപ്പാസിറ്റർ. സോ ഈ ഒരു ഏരിയാസ് നിന്ന്, ഈ ഒരു ചാപ്റ്റേഴ്സ് നിന്നൊക്കെ എന്തായാലും ക്വസ്റ്റ്യൻസ് ഷുവർ ആയിട്ടും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ ഇനി നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് പഠിക്കാൻ പോവാണ്. സോ ഈ ഒരു സബ്ജക്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റ് നമ്മൾ പഠിക്കുന്നത് ഇതിനെ കുറച്ച് ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ്. സോ ഈ സബ്ജക്റ്റിനെ നമ്മൾ കുറച്ച് ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. സോ ടോട്ടലി ഇലക്ട്രോണിക് ഡിവൈസസിനെ നമ്മൾ 6 ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് സെമി കണ്ടക്ടേഴ്സ് ആണ്. അതായത് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന സെമി കണ്ടക്ടർ ഫിസിക്സ് ആണ് നമ്മൾ മെയിൻലി പഠിക്കുന്നത്. സോ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മുടെ സെമി കണ്ടക്ടേഴ്സ്, അതിൻ്റെ എനർജി ബാൻഡ് ഡയഗ്രാം, P ടൈപ്പ് സെമി കണ്ടക്ടർ, N ടൈപ്പ് സെമി കണ്ടക്ടർ, അതിൻ്റെ കരിയർ കോൺസെൻട്രേഷൻ, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിൻലി സെമി കണ്ടക്ടേഴ്സിൽ പഠിക്കുന്നത്. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് PN ജംഗ്ഷൻ ആണ്. സോ പിയും എന്നും കമ്പൈൻ ചെയ്ത് PN ജംഗ്ഷൻ ഡയോഡ്, അതിൻ്റെ ഫോർമേഷൻ, അതിൻ്റെ എനർജി ബാൻഡ് ഡയഗ്രാം, കോണ്ടാക്ട് പൊട്ടൻഷ്യൽ, അതിൻ്റെ ഡിപ്ലീഷൻ റീജിയൻ, അതിൻ്റെ വിഡ്ത്ത്, ജംഗ്ഷൻ കപ്പാസിറ്റൻസ് കാര്യങ്ങളൊക്കെയാണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയാണ് സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. തേർഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയോഡിൻ്റെ അണ്ടറിൽ വരുന്ന സ്പെഷ്യൽ ഫങ്ഷൻ ഡയോഡ്സ് ലൈക്ക് LED, സോളാർ സെല്ല്, ഫോട്ടോ ഡയോഡ്, അതുപോലെ തന്നെ സെനർ ഡയോഡ് പോലത്തെ സ്പെഷ്യൽ ഫങ്ഷൻ നമ്മൾ ഓരോരോ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡയോഡ്സ്, അതിൻ്റെ കൺസ്ട്രക്ഷനും അതിൻ്റെ വർക്കിംഗ്, അത് ഏത് ബയാസിങ്ങിലാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ അപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെയാണ് തേർഡ് ചാപ്റ്ററിൽ വരുന്നത്. ഫോർത്ത് ചാപ്റ്ററിൽ 3 ടെർമിനൽ ഡിവൈസ് ആയിട്ടുള്ള BJT, ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ, അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ്, കറണ്ട് കമ്പോണൻസ്, അതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്, കറണ്ട് ഗെയിൻ, അതിൻ്റെ ടേംസ്, അത് തമ്മിലുള്ള റിലേഷൻസ്, ഏർലി എഫക്റ്റ് കാര്യങ്ങളൊക്കെയാണ് BJTയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി മോസ്ഫെറ്റ്, മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. സോ BJT മോസ്ഫെറ്റ് കമ്പാരിസൺ, ദെൻ മോസ്ഫെറ്റിലേക്ക് എത്തി. സോ മോസ്ഫെറ്റിൻ്റെ ഡിഫറെൻറ്റ് ടെർമിനൽസ്, കൺസ്ട്രക്ഷന്, ദെൻ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ ഇക്വേഷന് കാര്യങ്ങൾ ഒക്കെയാണ് മോസ്ഫെറ്റിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ മോസിൻ്റെ അണ്ടറിൽ വരുന്നത് തന്നെയാണ്, എന്നാലും നമ്മളതൊരു സെപ്പറേറ്റ് ചാപ്റ്റർ ആയിട്ട് പഠിക്കുകയാണ്. മോസ് കപ്പാസിറ്റർ, മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ കപ്പാസിറ്റർ. സോ മെറ്റലിൻ്റെയും സെമി കണ്ടക്ടറിൻ്റെ ഇടയിൽ നമ്മളൊരു ഓക്സൈഡ് ലെയർ പ്ലേസ് ചെയ്യുകയാണ്, SiO2 ലെയർ. സോ അത് ഒരു കപ്പാസിറ്റൻസ് എഫക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. സോ ആ കപ്പാസിറ്റൻസിൻ്റെ മാത്തമാറ്റിക്കൽ ഫോർമുല, ആ കപ്പാസിറ്റർ വോൾട്ടേജ് കൊടുക്കുന്നതിനനുസരിച്ച് ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ
അതായത് അക്യുമുലേഷൻ മോഡ്, ഡിപ്ലീഷൻ മോഡ് ഓഫ് ഓപ്പറേഷൻ, ദെൻ ഇൻവേർഷൻ മോഡ്, അതിൻ്റെ CV ക്യാരക്ടറിസ്റ്റിക്സ്, എനർജി ബാൻഡ് ഡയഗ്രം ഒക്കെയാണ് മോസ് കപ്പാസിറ്ററിൽ പഠിക്കാനുള്ളത്. സോ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഈ 6 ചാപ്റ്ററിൻ്റെയും തിയറി നമ്മൾ പഠിക്കും. അതിനോടൊപ്പം തന്നെ ഈ 6 ചാപ്റ്ററിൽ നിന്നും പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ഗേറ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷനും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു സബ്ജക്റ്റിൽ കവർ ചെയ്യും. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് കവർ ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു സെഷനിൽ നമ്മൾ മെയിൻലി ഇലക്ട്രോണിക് ഡിവൈസസ് എന്ന് പറയുന്ന സബ്ജക്റ്റിന് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തത്. സോ അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഓരോ സബ്ജക്റ്റിൻ്റെയും തിയറിയും അതിന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.